سبيل الدموع سبيل مريح تنهد يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيم الفسيح. سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح. سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح. فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا طريق. تقال العثار العظام به ويغدو الهوى ككبش ذبيح بذكر الإله تطيب الحياة تسر أسارير وجه صبيح تسر أسارير وجه صبيح. سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء. ഖിറാഅത്തിന് വേണ്ടി ഈ ഹിഫ്ള് കോളേജിൻ്റെ ഹാഫിളത്തും ഇവിടെ നിന്ന് ഹിഫ്ള് പഠിച്ച് പൂർത്തിയായി പുറത്തുപോയ ഈ കോളേജിലെ ഹിഫ്ള് കോളേജിലെ വിദ്യാർത്ഥിനി ഹന്ന ഖിറാഅത്ത് നടത്തും. അതിനുവേണ്ടി ഹന്നയെ ക്ഷണിക്കുകയാണ്. المسجد الحرام المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. إسرائيل ألا تتخذوا من دوني പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കോളേജിൻ്റെ അഭ്യുദയകാംക്ഷികളായ അഹമ്മദ് ഹാജി അടക്കമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പ്രിയങ്കരനായ നാസറിൻ്റെ മാതാവും ഈ കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട സൂഫി മാസ്റ്ററുടെ പ്രിയ പത്നി KV റംല ടീച്ചറുടെ മാതാവുമായ ആസിയ ഹജ്ജുമ്മയുടെ ദുആ സദസ്സിലാണ് നാം ഉള്ളത്. ആസിയത്ത എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു ദുആ സദസ്സാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കോളേജിൻ്റെ ഏറെ കുട്ടികളുടെ പ്രസവത്തോടല്ലെങ്കിലും ഏറെ കുട്ടികളുടെ മാതാവായിരുന്നു ആസിയാത്ത. നമ്മളൊക്കെ സ്നേഹപുരസരം ആസിയാത്ത എന്ന് വിളിക്കുന്ന ആസിത്ത സുബി മാസ്റ്ററുടെ കൂടെ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഏറെ പരിമിതികളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഈ കോളേജിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച വനിതകളിൽ ഒരാളാണ്. എനിക്കറിയാം, സുബി മാസ്റ്റർ പലപ്പോഴും അവിടെ നിന്ന് കോളേജിന് വേണ്ടി കലണ്ടറായും മറ്റു വല്ല പിരിവുകളും പോകുമ്പോൾ ആസിയ നിൻ്റെ കൈയ്യട്ടം വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത് കൊണ്ടാ എന്ന് പറയുമ്പോൾ ഇല്ലാതിരുന്നാൽ പോലും ആസിയാത്ത എടുത്ത് നൽകുന്ന ആ പൈസയിലാണ് സൂഫി മാസ്റ്റർ തുടങ്ങാറുണ്ടായിരുന്നത്. സൂഫി മാസ്റ്ററുടെ
ജീവിതത്തിൽ ഏറെ ചൂടുപിടിച്ച അന്തരീക്ഷത്തിലൊക്കെ ആസിയാത്തയുടെ ഒരു ജീവിതത്തിന് ഒരു പ്രചോദനമായിരുന്നു ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഹിഫ്ദ് കോളേജ് 35 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ നല്ല ആഡംബരമായ ജീവിതവും നല്ല ക്യാൻറ്റീനും നല്ല ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ ഇവിടെ കഴിയാതിരിക്കുമ്പോൾ സൂഫി മാസ്റ്റർ കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആസിയാത്ത ഭക്ഷണം നൽകി അവിടെ നിന്ന് വളർന്ന ഹാഫിദീങ്ങൾ ഇന്നും ആസിയാത്തെ ഉമ്മ എന്ന് വിളിക്കുന്ന ഹാഫിദീങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ ഇബ്രാഹിം ഉസ്താദ് ആയിരുന്നാലും റൌഫായിരുന്നാലും റസാഖായിരുന്നാലും ഒക്കെ അത്തരത്തിൽ ആസിത്താന ഉമ്മ എന്ന് വിളിക്കുന്നതാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾക്ക് ആസിയാത്ത കിടന്നു പോകുന്നതിന് മുമ്പ്, ഈ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് ഇവിടെ നാസർ കൂട്ടി വരുമ്പോൾ ആ കുട്ടികളുടെ സമീപനം, ആസിയാത്ത മരണപ്പെട്ടു പോയാൽ എല്ലാവരെ പറ്റിയും നല്ലത് മാത്രം പറയണമെന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷേ ആസിയാത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആർക്കും പുഞ്ചിരി മാത്രം നൽകി കടന്നുപോയ ആസിയാത്ത ഇവിടെയുള്ള കുട്ടികളോട് വന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടികളെ മോളെ എന്ന് വിളിക്കും. കാരണം നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ഒരു കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു കുട്ടി ഉണ്ടായാൽ ആസിത്താക്കായിരുന്നു രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ബേജാറ് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, സൂറയുടെ വീട്ടിൽ വെച്ച് സൂറയോട് പറഞ്ഞു പോലും, ബഷീറിൻ്റെ മകളെ കല്യാണം ആയിട്ടില്ലല്ലോ, ആസിത്ത സുഖമില്ലാതെ കിടക്കുകയാണ്, അത് നല്ലൊരു പുതിയാപ്പിളക്കെട്ടിനെ പഠിച്ചവരാണ് ഇതുവായിരുന്നത്. സൂറ എന്നോട് അന്ന് ആസിത്തയുടെ മുമ്പിൽ വെച്ചും പിന്നീടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആസിയാത്ത നമ്മളിൽ നിന്ന് കടന്നുപോയി. ഏറെ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് തോണിക്കടമ്പട്ടിൽ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ മകളായി ജനിച്ച് ബഹുമാന്യനായ KV സൂഫി മാസ്റ്റർ, നിങ്ങൾക്കറിയാം, നിങ്ങളിരിക്കുന്ന ഈ മദീനത്തിൽ ഖുർആൻ്റെ പട്ടണമെന്ന ഈ കോമ്പൗണ്ടിൽ, ഈ ബിൽഡിങ്ങിൽ ഇത് ഒക്കെ സ്ഥാപിക്കാൻ ഏറെ പണിപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ ഇതിനു വേണ്ടി ചെലവഴിച്ച ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഭാര്യയായിരുന്നു ആസിയാത്ത. ആസിയാത്ത ജീവിതത്തിൽ ചെയ്ത ഏറെ നന്മകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ സമുദായത്തിനും സമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുന്ന, മാതൃകാപരമായി നേതൃത്വം നൽകുന്ന മക്കളെ നൽകിക്കൊണ്ടാണ് ആസിയാത്ത കടന്നു പോയിട്ടുള്ളത്. കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ ആസിയാത്താക്ക് മക്കളായിരുന്നാലും മകളെ ഭർത്താക്കന്മാരായിരുന്നാലും മക്കളുടെ ഭർത്താക്കന്മാരായിരുന്നാലും ഒക്കെ തന്നെ ഏറെ പ്രഗത്ഭരായ കുടുംബത്തിൽ നിന്നാണ് അവർക്ക് കുടുംബബന്ധം നേട്ടിയിട്ടുള്ളത്. അതൊക്കെ തന്നെ അവരുടെ ഒരു പ്രവർത്തനമായിരിക്കാം. ആർക്കും തൊട്ട അയൽവക്കത്തുള്ള ആളുകൾക്ക് പോലും ഒന്നും ആസിയാത്തെപ്പറ്റി പറയാനില്ലാത്ത, നല്ലത് മാത്രം പറയാനുള്ള ആസിത്ത, ആ നല്ലത് മാത്രം പറയിപ്പിച്ചുകൊണ്ട് ഇന്ന് കിടക്കുന്ന ആ ഖബറിൽ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂഫി മാസ്റ്റർ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈരലടഞ്ഞ ആ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഒരു നെയ്ത്തിരി വിട്ടമായി പ്രകാശിക്കാൻ ഞാൻ ഈ ചെയ്യുന്ന ഖുർആനും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് സൂഫി മാസ്റ്റർ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ആസിത്ത ചെയ്ത കർമ്മങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഈ മക്കൾ, ആസിത്ത മക്കളായി വളർത്തിയ ഈ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മളുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ ആസിത്താക്ക് അവിടെ വെളിച്ചം പരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ നമുക്കും അവരോടൊപ്പം കൂടി ജന്നാത്തുൽ നഈമിൽ ഒരുമിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യനായ നാസറാണ് ഈ ക്യാമ്പസിൻ്റെ ജനറൽ സെക്രട്ടറി. പലപ്പോഴും രാവിലെയും രാത്രിയുമായിട്ടൊക്കെ നാസർ ഇവിടെ വരുമ്പോൾ ഉമ്മാക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും 11:30 മണിക്ക് മുമ്പ് നാസറിനോട് എത്താൻ കഴിയാറില്ല. ഉമ്മയോടുള്ള ഖിദ്മത്ത് അത്രത്തോളം നൽകിയ ആ ചെറുപ്പക്കാരൻ തീർച്ചയായും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവർത്തനങ്ങൾ ഉമ്മാക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാൻ നിനക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നന്നായി പ്രവർത്തിച്ച മക്കൾ, പെൺകുട്ടികളായിരുന്നാലും ഹഫ്സയായിരുന്നാലും സൂറയായിരുന്നാലും റംലയായിരുന്നാലും ഒക്കെ തന്നെ ഏറെ നല്ലവണ്ണം ആസിയത്തെ പരിചരിച്ച് സന്തോഷവതിയായിട്ടാണ് ആസിയാത്ത കടന്നു പോയിട്ടുള്ളത്. ആസിയാത്തയുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടാവും, ഈ കോളേജിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നീട്ടി പറയുന്നില്ല, ഇവിടെ ഏറെ പ്രഗത്ഭന്മാർ പറയാനുണ്ട്. ബഹുമാന്യനായ മുസ്താഖ് ഉദവി അവർ ഇപ്പോഴെത്തും. ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യനായ PK അഹമ്മദ് ഹാജിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളരെ അവശനായ ഒരു ഇതിലാണ് ഉള്ളത്. കാരണം അല്ലാഹു തആല നമുക്ക് അനുവദിച്ചതിൻ്റെ മേലെ
ആണ് ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിൻ്റെ പരിധി പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എനിക്ക് തന്ന ആഫിയത്തും ആരോഗ്യവും പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഈ നമ്മളെ ഇവിടെ വേദിയിൽ നിൽക്കുന്ന വേദിയുടെ നടത്തിപ്പുകാരായാലും പഠിക്കുന്ന കുട്ടികളായാലും പഠിപ്പിക്കുന്ന രക്ഷിതാക്കന്മാരായാലും, കാരണം ഇത് ഖുർആൻ്റെ വിശദീകരണത്തെപ്പറ്റിയും അതിൻ്റെ മഹത്വത്തെപ്പറ്റിയും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥാപനത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകമായിട്ടും നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ മാസം, അതായത് നമ്മൾ മുഹറം, ഇത് ഇസ്ലാമികമായിട്ട് നമ്മളെ വർഷത്തിൻ്റെ ഒരു തുടക്കം കൂടിയായതുകൊണ്ട് അതിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് മാത്രമല്ല, ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. പ്രത്യേകമായിട്ട് തുടക്കം മുതൽ തന്നെ നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ ഇതിൽ പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ അത് കഴിയാത്ത അവർ നിർബന്ധമായിട്ടും 10 ആ വ്രതം എല്ലാവരും എടുക്കണമെന്ന് ഞങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നു. അത് ഉൾക്കൊള്ളണം. കാരണം നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉൾക്കൊള്ളുന്നത്. അത് നമ്മൾ പഠിപ്പിക്കുന്ന രക്ഷിതാക്കന്മാരെത്തും പഠിക്കുന്ന കുട്ടികളെടുത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പല വേദികളിലും നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടുകയും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ വസ്ത്രധാരണ ഫർദ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വസ്ത്രം ഇറക്കിയത് അത് ഫർദയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യനെ മറവിന് വേണ്ടിയിട്ടാണ്. അതാണ് ഫർദ എന്നുള്ള പേര്. അതുകൊണ്ട് ഫർദ ഇന്നെന്ന് പറഞ്ഞാൽ ഫർദയായിട്ടല്ല ഇന്ന് ഉപയോഗിക്കുന്നത്, അത് ഫാഷനായിട്ടും മോഡലുമായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എനിക്ക് കാരണം ഞാൻ നിർബന്ധമായുണ്ട് ഇനി ഇതിൽ സമ്മതിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം അവരെ ചെന്ന് ഞാൻ തട്ടിക്കളഞ്ഞാൽ അത് വലിയൊരു തെറ്റായി പോകുന്നുള്ള നിലത്തിലും, കാരണം ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അത് കുറച്ച് നിൽക്കുമ്പോഴേക്ക് തന്നെ വരവും കാലിന് ശക്തിക്കുറവും ബാലൻസിൻ്റെ കുറവുകളും കൊണ്ട് എനിക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ദീർഘായുസിനും വേണ്ടി എല്ലാവർക്കും, എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ആരോഗ്യത്തിനു വേണ്ടി ദീർഘായുസിനു വേണ്ടി എന്നെ പ്രാർത്ഥിക്കും. അതോടുകൂടെ നിങ്ങൾ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച് എല്ലാവരെയും ഞാൻ ആശംസിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു ഇരുത്തമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ആസിയയുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നാസറും അതേപോലെ തന്നെ ടീച്ചറും ആസിയയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളോടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ട ആസിത്ത വിട്ടുപോകുമെന്ന് നാം ആരും കരുതിയിരുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ വിധി എന്ന നിലക്ക് എല്ലാ മരണത്തെയും നാം കാണേണ്ടിയിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് മരണത്തെയും നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടി വരും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ആസിത്തയുടെ വിടവ് നമ്മുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഈ പാനൂർ ഇക്ര കോളേജ് കുടുംബത്തിന് ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഓർമ്മകൾ മുഴുവനും വരുന്നത് എൻ്റെയൊക്കെ നേതാവായിരുന്ന ഒമനായ സൂപ്പി മാസ്റ്ററെ കുറിച്ചാണ്. സൂപ്പി മാസ്റ്റർക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പിന്നിൽ നിന്ന് കരുത്ത് നൽകിയ
ഒരു സ്ത്രീയായിരുന്നു പ്രിയപ്പെട്ട ആസിത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഫി മാഷ് നമ്മിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ അദ്ദേഹം നാളേക്ക് വേണ്ടി ഖുർആന്റെ സന്തതികളെ വളർത്തണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ മഹത്തായ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്കറിയാം. രാഷ്ട്രീയക്കാളും ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നേതാവായിരുന്നു സുഫി മാഷ്. അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹമാണ്. അന്തസ്സത്തോടുകൂടി നമ്മുടെ ഈ സമൂഹവും ഈ സമുദായവും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട സൂഫി മാഷ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോയി. ആസിയത്തെ സംബന്ധിച്ചിടത്തോളം സുഫി നേരത്തെ ബഷീർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തീർച്ചയായും ആസിയത്തയുടെ ഒരു പിൻബലം അത് തന്നെയായിരുന്നു സൂഫിക്കാക്ക് പ്രചോദനമായി ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഒരു പുരുഷന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് പ്രിയപ്പെട്ട ആസിത്ത തന്നെയായിരിക്കും. സൂഫി മാഷിന്റെ പ്രിയങ്കരിയായ ഭാര്യ ആസിത്ത തന്നെയായിരിക്കും ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കോളേജൊക്കെ തുടങ്ങുമ്പോൾ ചുരുങ്ങിയ കുട്ടികളും ചുരുങ്ങിയ ആളുകളുമായി കൂടുമ്പോൾ പലപ്പോഴും ആ കുട്ടികളൊക്കെ സൂഫി മാസ്റ്ററുടെ വീട്ടിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നതെന്നും നമുക്കത് മനസ്സിലാക്കാൻ. അങ്ങനെ മാത്രം ഒരു വീട് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരു കാഴ്ചയാണ് പ്രാഥമിക കാലഘട്ടത്തിൽ തന്നെ ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂഫി മാഷ ഓരോ പ്രവർത്തനം നമുക്ക് എടുത്തു നോക്കാം. അദ്ദേഹം ദീനീപരമായി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ അതൊക്കെ എണ്ണി പറയുന്നില്ല. അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒരു പ്രചോദനമായിരുന്നു. അതേപോലെ തന്നെ ഒരു മാതൃകാ നേതാവായിരുന്നു പ്രിയപ്പെട്ട സൂഫി മാഷ്. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ അന്ത്യാമങ്ങൾ വരെ അദ്ദേഹം ഈ സമുദായത്തിന് വേണ്ടിയും ഈ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ ഓടി നടന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ നാട്ടിലെ ഒരു വലിയ പ്രചോദനം അദ്ദേഹം കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ കാണാൻ കഴിയും. സൂഫി മാഷ് നമുക്കൊക്കെ അറിയാം, നമുക്ക് കാണിച്ചു തന്ന വഴികൾ വലിയ വലുതാണ്. അദ്ദേഹം ഇവിടെ വെട്ടിത്തെളിയിച്ച പാതയും വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തുടങ്ങുന്നത് വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്കൊക്കെ അദ്ദേഹം കടന്നു വന്നത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിലേക്ക് സൂഫി മാഷ് കടന്നു വന്നതിന് ശേഷം ഈ പ്രസ്ഥാനത്തിനുണ്ടായ ഉയർത്തെഴുന്നേൽപ്പ് അതൊക്കെ നമുക്ക് മാതൃകയായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും സൂഫി മാഷൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ സൂഫി മാഷ കൂടെ ചിലപ്പോഴൊക്കെ ആസിത്തയുടെ വിവേകസംഭവമായ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകാറുണ്ടായി. ഞാൻ ഓർമ്മിച്ചു പോകുന്നത് സൂഫി മാഷ് രാവിലെ നാസ്ത കൊണ്ടാക്കുമ്പോൾ തന്നെ സൂഫി മാഷിന്റെ ഇൻസുലിൻ സിറഞ്ചും കൂടെ ഉണ്ടാകാറുണ്ടായി. എനിക്കൊക്കെ ഓരോ ഓർമ്മയുള്ളതാണ്. ഒരുപാട് പത്തിലുകളൊക്കെ മുമ്പിൽ വെക്കുമ്പോൾ ആദ്യം 2 സിറഞ്ചെടുത്ത് തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചതിന് ശേഷമായിരിക്കും സൂഫി മാഷ് ഭക്ഷണം കഴിക്കാറ്. അതൊരു കാഴ്ചയായിരുന്നു. അത്രമാത്രം അദ്ദേഹം അതൊക്കെ കഴിച്ച് സൂചിയൊക്കെ വെച്ച് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ പുറപ്പെടുകയാണ്. പല ഭാഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് കുരിശിതമായ കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് കാലഘട്ടം നമുക്കൊക്കെ പ്രയാസമുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പെരിങ്ങളം നിയോജകമണ്ഡലത്തിൽ. അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ സൂഫി മാഷിന്റെ പിന്നിൽ സൂഫി മാഷ്ക്ക് ഒരു കരുത്തായി സൂഫി മാഷ് പ്രിയപ്പെട്ട പ്രിയതമ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ ഓർമ്മിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി ഈ സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോരുടെ വിടവ് വളരെ പ്രയാസമുണ്ടാക്കിയ വിടവാണ്. നേരത്തെ പറഞ്ഞതുപോലെ സൂഫി മാഷ് വിട്ടേച്ചു പോയി. ഹാസ്യ അജുമയും നമ്മിൽ നിന്ന് വിട്ടേച്ചു പോയി. അവരൊക്കെ ഇവിടെ നമുക്ക് വലിയൊരു കാണിച്ചു തന്നത് വഴികൾ വളരെ വലുതാണ്. ഓരോ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ മാത്രമല്ല ഈ സമുദായത്തിന് നെടുന്തൂണാകാൻ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ മക്കളെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ സൂഫി മാഷായാലും ആസ്യ അജുമയായാലും നമ്മിൽ വിട്ടുപിരിഞ്ഞു പോയത് നമുക്ക് സന്തോഷത്തോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. 2 പേരുടെ നാസർ നേരത്തെ ദുബായിലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്തെങ്കിലും ഇപ്പം നാട്ടിൽ ഇവിടുത്തെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഈ കോളേജിൻ്റെ നെടുന്തൂണായി നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ റംല ടീച്ചറെ കുറിച്ച് ഞാനിവിടെ കൂടുതൽ പറയേണ്ടതില്ല. കാരുണ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ റംല ടീച്ചർ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏത് പ്രവർത്തനങ്ങളായാലും അത് ഡയൽ സെൻ്റർ ആയാലും അത് ഏത് പെൺകുട്ടികളെ കെട്ടിച്ചേക്കാലും ഭിന്നശേഷി കുട്ടികളുടെ കാര്യങ്ങളായാലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന ഒരു നേതൃത്വ മികവ് പുലർത്തുന്ന ഒരു വനിതയാണ് പ്രിയപ്പെട്ട റംല ടീച്ചർ. ഇത്തരം മക്കളെ സംഭാവന ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ആസിയ ജുമ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും.
ഇത്തരം സംഭാവനകൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ആൾക്കാർക്കാണ് നമുക്കൊക്കെ നാട്ടിനും സമൂഹത്തിനും ഒക്കെ ആവശ്യം. അത്തരം ആൾക്കാരെ ഇവിടെ സംഭാവന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. തീർച്ചയായും നമുക്ക് കുട്ടിയിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, പ്രിയപ്പെട്ട ആസിയ ജുമയുടെ ജീവിതം, ഭാവി ജീവിതം സ്വർഗപ്പൂന്തോപക്ക് മറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇന്ന് ഈ സംഘടിപ്പിച്ച സംഗമത്തിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ഈ കോളേജിൻ്റെ തുടക്കത്തിൽ ഈ കാണുന്ന സ്ഥാപനങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടിൽ വെച്ച് കോളേജിന് കുട്ടികൾക്ക് ഭക്ഷണവും അതുപോലെ സൂഫി മാഷെ സ്കൂൾ ജീവിതത്തിലുള്ള ശമ്പളമൊക്കെ ഈ കുട്ടികൾക്കും ഈ കോളേജിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി ചെലവഴിച്ചിരുന്ന സന്ദർഭങ്ങളിലൊക്കെ അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ സൂഫി മാഷയുടെ എല്ലാവിധ പിന്തുണയും നൽകിയ ആസിയ ജുമയുടെ കീർത്തനങ്ങൾ, അതുപോലെ പരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഗൗരവം കുറേ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും വേഗം ദുആസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാദൃച്ഛികമായാണ് ഞാനിവിടെ എത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈറിൻ്റെ ഉമ്മയുടെ ദേഹവിയോഗത്തിൽ ആ വീട്ടിൽ വന്നതായിരുന്നു ഞാൻ. തിരിച്ചു വരുന്ന അവസരത്തിൽ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ ഉണ്ട് എന്ന് നേരത്തെ കണ്ടപ്പോൾ നാസർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഉദ്ദേശിച്ചതുമല്ല. ഉസ്മാൻ എന്നെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചടങ്ങുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടി വരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ കാണാത്ത ഏതോ ഒരു ശക്തിയുടെ തീരുമാനമാണെന്ന്. ആ ശക്തി ആരെന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുന്നില്ല. കുറേ വർഷങ്ങൾക്ക് പിറകിൽ ഇവിടെ ഒരു ഖുറാനിക് എക്സിബിഷൻ നടക്കുകയുണ്ടായി. ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം മുതിർന്നവർക്കും ആ കാര്യം ഓർമ്മയിലുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഇപ്രകാരത്തിലൊരു കോളേജിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. ആ എക്സിബിഷൻ നടക്കുന്ന അവസരത്തിൽ സൂഫി മാസ്റ്ററുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി ഖുറാനും ഞാനുമായിട്ട് യതീന്ദ്രനുമായിട്ട് എന്ത് ബന്ധം എന്നൊരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ധരിക്കുന്നുണ്ടാകും. എന്തോ ആകട്ടെ, അതും ഒരു നിമിത്തമായിരുന്നു എന്ന് ഞാൻ കണക്കൂട്ടുക. ആ എക്സിബിഷൻ്റെ ഒന്നിച്ച് സൂഫി മാസ്റ്റർക്ക് ഒന്നിച്ച് ഞാനും ഉണ്ടായി. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവെപ്പായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖുറാനിക് എക്സിബിഷനുകൾ നടന്നു. മലപ്പുറത്ത് നടന്നു, കോഴിക്കോട് നടന്നു, കാസർഗോഡ് നടന്നു, പല സ്ഥലങ്ങളിലും നടന്നു. ഒരു നിമിത്തം പോലെ അന്ന് മാസ്റ്ററുടെ ഒന്നിച്ച് ഞാനുണ്ടായി. പിന്നീടാണ് അറബി കോളേജ് വരുന്നത്, അല്ലെങ്കിൽ ഖുറാനിക് കോളേജ് വരുന്നത്.
ഒരുപക്ഷെ ആ സംഭവത്തിൻ്റെ പ്രചോദനത്തിൽ നിന്ന് കുസുമേ കുസുമോൽപ്പത്തി എന്ന് പറയുന്നത് പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ബഷീർ ഭായിയൊക്കെ സജീവമായിട്ട് ഇന്നുണ്ട്, ആർ അബ്ദുള്ള സാറുണ്ട്. അവരുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി സൂഫി മാസ്റ്ററുടെ ഒരു നിരന്തരമായ ചിന്തയും അശ്രാന്ത പരിശ്രമവും സർവശക്തനിലുള്ള സമർപ്പണവും കൊണ്ട് ഉണ്ടായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ സന്നിധിയിൽ വെച്ച് സൂഫി മാസ്റ്ററുടെ പ്രിയതമയെ, പ്രിയങ്കരിയായ ആസിയ ഉമ്മയെ അനുസ്മരിക്കുന്നതിനു വേണ്ടി, അവരുടെ മോക്ഷാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഒരു സദസ്സിൽ തികച്ചും യാദൃച്ഛികമായി, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയാം, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതാണ് ഇവിടെ വന്ന് പോകാമെന്നല്ലാതെ ഇങ്ങനെ നിങ്ങളെ വീണ്ടും ഒന്ന് അഭിമുഖീകരിക്കാൻ ഈ അവസരത്തിൽ സാധിക്കും എന്ന് ഞാൻ ചിന്തിച്ചതേയല്ല. എല്ലാം ഒരു നിമിത്തം. ഇന്ന് തലശ്ശേരിയിൽ നിന്ന് വരുന്ന അവസരത്തിൽ, മയ്യത്തും കൊണ്ട് വരുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, പണ്ടുകാലത്ത് പഠിച്ചതാണ്. ജനനം അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യമാണ് മരണം. ഒരു ജീവി ജനിക്കിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ട് അവനുള്ള മൃത്യുകാലം, ഒരു ലേശം ഇതൊന്നു മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയത്നം. ജനനം ജനനം മൃതിയുടെ ജനനം, ജനി എന്നാൽ മരണത്തിൻ ജനനം എന്ന് അയ്യപ്പ പണിക്കർ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിയന്ത്രിക്കാനോ തടയാനോ തടഞ്ഞു വയ്ക്കാനോ സാധിക്കാത്ത ഒരു പരമാവധിയുണ്ട് ഇവിടെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള ഒരു രചനയ്ക്കകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, സർവശക്തനായ നാഥ, നീയാണ് സമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ബഷീർ യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു കാര്യമാണ് സഫർ. ഈ യാത്ര കൊണ്ട് അങ്ങ് നടന്ന് അദ്ദേഹം ഈജിപ്റ്റ് വരെ നടന്നു, നൈൽ വരെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായിട്ട് വരും. അത് സംഭവിച്ചതാണ്. അപ്രകാരത്തിൽ മരുഭൂമിയിലുള്ള ഒരു യാത്രയിൽ, കച്ചവടക്കാർക്കിടയിൽ ഒന്നിച്ചുള്ള യാത്രയിൽ അദ്ദേഹത്തിന് മറ്റൊരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നു. ചെറിയ മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വഴി തെറ്റിപ്പോയി ദിക്കേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ, തെക്കേത് വടക്കേത് കിഴക്കേത് പടിഞ്ഞാട്ടേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ മരുഭൂമിയിലൂടെ ഞാനിങ്ങനെ അലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഞാൻ കുഴഞ്ഞു വീണു പോകുന്നു. ആകാശത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യൻ്റെ ഒരു പ്രഭ ഇപ്പോഴെൻ്റെ നെഞ്ചകത്തുണ്ട്, അഗ്നിയായിട്ട്. ക്രമേണ ആ അഗ്നിയും അണയുന്നത് പോലെ അനൽ ഹക്ക് അദ്ദേഹം തന്നെ പിന്നീട് എഴുതി വയ്ക്കുന്നു. ഞാനിത് പിന്നീട് കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാരിൽ നിന്ന്, അഹം ബ്രഹ്മാസ്മി, ഇവിടെയുണ്ട്, ഉള്ളിലുണ്ട്, നാഥൻ്റെ പ്രഭ ഉള്ളിലുണ്ട്, അത് നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് പിൽക്കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യത്തിൽ പറയുന്നു, സർവശക്തനായ നാഥൻ മാത്രമാണ് സമയത്തിൻ്റെ കാവൽക്കാരൻ. സമയം അദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. സമയം തരുന്നതും തീരുമാനിക്കുന്നതും നാഥനാണ്. സമയം തീർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചു പോയേ പറ്റൂ. ഒരു പുരുഷൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത് സ്ത്രീയിലൂടെ, സംശയമില്ല. സൂഫി മാസ്റ്റർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ഹൃദയാലുവായ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ളവർക്കറിയാം, ചിലപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് ശാന്തമാവുകയും ചെയ്യും. ഈ പൊട്ടിത്തെറിക്കലിലും ശാന്തതയിലും ഒരുപാട് തവണ അദ്ദേഹത്തെ തഴുകി തലോടി നിന്ന കുളിർകാറ്റായിട്ട്
സംശയമില്ല ആ ഉമ്മ നിന്നിരിക്കും. അവരെ അനുസ്മരിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ അവർക്ക് മറുലോകത്തിൽ സൗഖ്യം സർവശക്തനോട് പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയിരിക്കുന്നവരാണ് നിങ്ങൾ. ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സുഗതകുമാരി പറഞ്ഞത് തന്നെയാണ്. സുഗതകുമാരി പറഞ്ഞിട്ടുണ്ട്, നല്ല മക്കളെ പെറ്റ വയറേ തണുക്കുള്ളൂ. ആ അർത്ഥത്തിൽ നല്ല മക്കളെ പെറ്റ വയറിനുടമസ്ഥ കൂടിയാണവർ എന്നെനിക്ക് പറയാം. എൻ്റെ പ്രിയപ്പെട്ട നാസറുണ്ട്, റംലയുണ്ട്, അവരുടെ മറ്റ് മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. അവരെല്ലാവരും നേരിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. നാഥൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരായിട്ട് അവർ തീരും. മാഷ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവും തൊട്ടറിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, തൻ്റെ സമൂഹത്തിന് നന്മ വരണം എന്നതാണ്. ആ നന്മ എന്താ പറയുക, അൽ ഹാഫിളായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും അനുഭൂതി പകരുന്നൊരു കാഴ്ചയാണ്. അപ്രകാരത്തിലുള്ള ആളുകളെ ഒരുപാട് പേരെ സൃഷ്ടിച്ച് സമൂഹത്തിന് നാളെയുടെ നന്മയായി തീരുന്നതിനു വേണ്ടി കൊളുത്തിവെക്കുന്ന വിളക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയം. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും സ്വപ്നത്തിലും ഉണ്ടായിരുന്ന ഖുറാൻ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തലമുറകളിലേക്ക് അതിനെ വളർത്തി എടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നെഞ്ചേറ്റിരിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാം യാദൃച്ഛികതകളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആവർത്തിക്കട്ടെ, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആസി ഉമ്മയ്ക്ക് സർവശക്തനായ നാഥൻ അവരുടെ പരലോക ജീവിതം ധന്യമാക്കി തരട്ടെ, സ്വർഗപ്പൂന്തോപ്പിൽ ഇടം നൽകട്ടെ, അവരുടെ അന്ത്യവിശ്രമസ്ഥാനം പ്രതിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും നിമിത്തമല്ലേ ഇവിടെ വരാൻ കഴിഞ്ഞതുപോലും. ഇന്നത്തെ ദിവസം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അതും ഒരു നിമിത്തമായി കാണുന്നു, നാഥൻ്റെ തീരുമാനമായിട്ട് കാണുന്നു. നന്ദി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം അലാ ആലിഹി ഹഖ ഖദ്രിഹി മിഖ്ദാരിൽ അളീം സ്വലാത്തുൻ തഫ്തഹ് ലനാ ബിഹാ അബ്വാബൽ റിളാ വത് തയ്സീർ തുൽഖ് ബിഹന്നാ അബ്വാബ അശ്ശർരി വത് തസീർ തകൂലനാ ബിഹാ വലിയം നസീറ അൻത വലിയുനാ മൗലാനാ ഫനിഅമൽ മൗലാനാ നസീർ. ബഹുമാനപ്പെട്ട മുസ്താഖ് ഉദവി അടക്കമുള്ള ഉസ്താദ്മാരെ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന സഹോദരന്മാരെ, വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു 2 ദിവസം മുമ്പ് നമ്മൾ കേട്ടത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഏറെ ആദരണീയനായ സൂഫി മാസ്റ്ററുടെ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞ വിവരം നമ്മെ ഏവരെയും ഏറെ വേദനിപ്പിച്ചു. ബഹുമാനപ്പെട്ട സൂഫി മാസ്റ്റർക്ക് ഇവിടെ എന്നെ കരീമൊക്കെ പറഞ്ഞതുപോലെ താങ്ങും തണലുമായി ജീവിതത്തിൽ പ്രചോദനം നൽകിയ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ആസിയ ഹജ്ജുമ്മ. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ MSFുമായി പ്രവർത്തിച്ചു വരുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ സൂഫി മാസ്റ്ററുടെ വീട്ടിൽ കൺവെൻഷനുകൾ ചേരാറുണ്ടായിരുന്നു. അന്ന് ആ ഒരു കൺവെൻഷൻ്റെ സമയത്ത് സൂഫി മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ആ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചായയും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു. അതൊക്കെ ഓർമ്മകളിൽ ഒളിതള്ളി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ആസിയ ഹജ്ജുമ്മക്ക് സർവശക്തൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീട്ടി സംസാരിക്കുന്നില്ല, നമ്മുടെ ദുആക്ക് വേണ്ടിയുള്ള
ബഹുമാനപ്പെട്ട മുസ്താഖ് ഉദവി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ആസിയ അജ്ജുമയുടെ വിയോഗത്തിൻ്റെ 5ാമത്തെ ദിവസമാണിന്ന്. സാധാരണ നടക്കുന്നത് പോലെ, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ 3ാമത്തെ ദിവസം ദുആ ആ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദുആ പരിപാടി നടത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് സംഘടിപ്പിച്ചൊരു പരിപാടിയാണിത്. ഈ പരിപാടിയിൽ കുടുംബങ്ങൾ, ഇക്രമായി ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ അഭ്യുതകാംക്ഷികൾ, സ്ത്രീ പുരുഷന്മാർ, ഒട്ടനവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങിന് ശേഷം നടത്തുന്ന ഭക്ഷണം മുഴുവൻ സ്പോൺസർ ചെയ്തത് ആസിയ അജ്ജുമയുടെ കുടുംബമാണ്. കമ്മിറ്റിയുടെ വകയല്ല, അവരുടെ കുടുംബത്തിൻ്റെ ചെലവിലാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. അതുകൂടി അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ധാരാളം അനുസ്മരണ പരിപാടികൾ ഈ ഇക്രയിൻ്റെ ഹാളിൽ വെച്ച് നടക്കാറുണ്ട്. ഇക്രയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ മരണപ്പെടുമ്പോൾ അനുസ്മരണ പരിപാടിയും ദുആയും നടക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഒരു സ്ത്രീയുടെ അനുസ്മരണ പരിപാടി, സ്ത്രീയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങ് ഇവിടെ നടന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ എന്താണ് ആസിയ അജ്ജുമയുടെ പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഖ്റ എന്ന് പറയുമ്പോൾ ഇഖ്റ കോളേജ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് സൂഫി മാസ്റ്റർ. കാരണം അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹമാണ് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ പടുത്തുയർത്തിയത്. എന്ത് ഇതിന് പുരോഗതി ഉണ്ടായോ, 100 കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ധാരാളം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, മതപഠനം കൂടാതെ ബൗദ്ധ വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ചരിത്രത്തിലില്ലാത്ത വിധം കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് ഖുർആൻ കോളേജ് തുടങ്ങിയത് സൂഫി മാസ്റ്ററാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായി ഒരു ഖുർആൻ കോളേജ് ആൺകുട്ടികൾക്ക് തുടങ്ങിയതും സൂഫി മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധമായ ഹറമിൽ വെച്ചാണ് ഈ പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തത്. ഖുർആനുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമായിരുന്നു. അപ്പോൾ ആ പരിശുദ്ധമായ ഹറമിൽ വെച്ച് അവിടുത്തെ ഇമാമ് ദുആ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇതുപോലെ ഖുർആൻ ഓതുന്ന ഒരു ടീമിനെ, ഖുർആൻ നന്നായി ഓതുന്ന ഒരു ടീമിനെ ഉണ്ടാക്കണം പാനൂരിൻ്റെ മണ്ണിൽ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അതിന് ഒരുപറ്റം ആളുകളെ അദ്ദേഹം കണ്ടുപിടിച്ചു, ഒരു ടീമുണ്ടാക്കി, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അദ്ദേഹത്തിന് വേറെ താല്പര്യമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഈ ട്രസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അയാളെ ചേർത്തില്ല. മക്കളെ ചേർക്കാമായിരുന്നു, പുയ്യാപ്പിളാരെ ചേർക്കാമായിരുന്നു. അഹമ്മദ് കെ പോലെ, അബ്ദുള്ള കെ പോലെ, മുസ്തഫ ഖാൻ പോലെ ആൾക്കാരുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്. അവരല്ല, മറിച്ച് ഓരോ മഹലിലുമുള്ള കുഞ്ഞമ്പത് മാഷ്, ആർ അബ്ദുള്ള മാഷ്, ഇസ്മായിൽ ഹാജി, അതുപോലെ തന്നെ തുടങ്ങി വിവിധ മഹല്ലുകളിൽ MC മാണിക്കോത്ത് മഹമൂദ് ക, കുഞ്ഞാമു ഹാജി, മുണ്ടോളി സൂപ്പി ഹാജി, കുന്നോത്തോർമില്ല കുഞ്ഞമ്മദ് ഹാജി, ബഷീർ സാഹിബ് തുടങ്ങിയ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണോ ഇതിന് പറ്റിയത് അവരൊരു ടീമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അങ്ങനെയായിരുന്നു. ഈ ഒരു കോളേജ് നമുക്കറിയാം, ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഇതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ കേന്ദ്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന വലിയ അബൂക്കറാജിയുടെ പ്രേരണയിലും പ്രചോദനത്തിലും സഹായത്തിലുമാണ് അദ്ദേഹം ആരംഭിച്ചത്. പക്ഷേ പലപ്പോഴും തന്നെ ഖുർആന്റെ പഠന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് തന്നെയായിരുന്നു. ധാരാളം കുട്ടികൾ അവിടെ വെച്ച് തന്നെ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സൂഫി മാസ്റ്റർ പറഞ്ഞിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട പത്നി ആസിയത്താനോടായിരുന്നു. കഴിഞ്ഞ ദിവസം ആസിയത്ത മരിച്ചപ്പോൾ അന്ന് ഈ ഖുർആൻ കോളേജിന്റെ തുടക്കത്തിലുണ്ടായി ഇബ്രാഹിമും റസാഖും അതേപോലെ തന്നെ റൌഫും ഉസ്താദുമാരൊക്കെ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് ആസിയത്താനെ കാണാം, അത്രമാത്രം ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിച്ചിട്ടുണ്ട് ആസിയത്ത, അല്ല അതിലേറെ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണം നൽകി, ഞങ്ങളെ പോറ്റി വളർത്തി, അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ആ ഉസ്താദുമാർക്കൊക്കെ ധാരാളം ഉസ്താദുമാരുണ്ട്.
ധാരാളം ഉസ്താദുമാർ, ഒരുപാട് ഉസ്താദുമാർ ആസിയത്തെ ഭക്ഷണം കൊടുത്തതും ആസിയത്തെ വെള്ളം കൊടുത്തതും ധാരാളം ഉസ്താദുമാർക്കാ, ഖുർആൻ പഠിക്കുന്ന മക്കൾക്കാ. അതൊരു ചെറിയ സംഭവമല്ല. എല്ലാവർക്കും അങ്ങനെ ഒരു യോഗ്യത കിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, സൂഫി മാസ്റ്റർ നമുക്കറിയാം. അദ്ദേഹം ഹൃദയത്തോട് ചേർത്തുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. സാധാരണ കപട സ്നേഹം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒരാളെ സ്നേഹിക്കുമ്പോൾ ഹൃദയത്തോട് ചേർത്തുകൊണ്ടാണ് സ്നേഹിക്കുക. വല്ലാത്തൊരു ബന്ധമാണ്. ദേഷ്യം പിടിച്ചാൽ അദ്ദേഹം ആരാണെങ്കിലും പോയി പണി നോക്കുന്നു പറയും. അങ്ങനെ അദ്ദേഹത്തിന് പോയി പണി നോക്കണമെന്ന് ആരോടായാലും, കോടീശ്വരന്മാരോടായാലും വലിയവരോടായാലും. ഈ സ്ഥാപനത്തിന്റെ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ചില മുതലാളിമാർ വന്നുകൊണ്ട് ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ ഇതിനൊരു സഹായം ചെയ്യാം, ചില ഉപാധികളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാടിന് പോയിക്കോ, ഇതൊന്നും ഞാനില്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്നു, അന്ന് അതൊക്കെ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ സ്ഥാപനത്തിന് വലിയ ആസ്തി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആഗ്രഹം അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇതൊരു പൊതു സ്വത്തായി, ഏതെങ്കിലും ചില ആളുടെ വിധേയത്വത്തിലല്ല വേണ്ടത്, പൊതു സ്വത്തായി വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇന്ന് ഈ സ്ഥാപനം വളർന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൂഫി മാസ്റ്ററെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു സാധാരണ കഴിവ് പോരാ, അതൊരു വലിയ കഴിവ് തന്നെ വേണം. ആസിയത്ത അത് മാത്രം അത്രമാത്രം അനുഭവിച്ച ഒരു സ്ത്രീയാണ്, ഒരു നാടൻ സ്ത്രീയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ആസിയത്താനെ പരിചയപ്പെട്ട ആരോടും അദ്ദേഹത്തിന്റെ മഹത്വം പറയേണ്ടതില്ല. ഒരു നാടൻ പെണ്ണുങ്ങളായിരുന്നു, ചിരിക്കുന്ന മാത്രമേ അദ്ദേഹം അറിയാമുള്ളൂ. മാത്രമല്ല, അന്ന് ലാൻഡ് ഫോണുള്ള കാലഘട്ടത്തിൽ സൂഫി മാസ്റ്റർ വിളിക്കുമ്പോൾ സൂഫി മാസ്റ്റർ കുളിക്കുകയാണെങ്കിലും സൂഫി മാസ്റ്റർ ഉറങ്ങുകയാണെങ്കിലും അവിടെ ടെലിഫോൺ അടിച്ച് ടെലിഫോൺ കട്ട് ചെയ്യില്ല. ആ ടെലിഫോൺ ആസിയ എടുത്ത് മറുപടി പറയും. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ടെലിഫോൺ എടുക്കുമ്പോൾ തന്നെ ആസിയത്തൊക്കെ അറിയാം ഇതാരാണ് വിളിക്കുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതൊരു വല്ലാത്തൊരു കഴിവാണ്. അതിപ്പോൾ ആറബ്ദുള്ള മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ തന്നെ ഏതാണ്ട്. അത് ചില ആൾക്കാരുടെ ഭാഗ്യ. എൻ്റെ ഭാര്യ അങ്ങനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം, ഞങ്ങളെ ഭാര്യ ഒന്നും കഴിവില്ല, ഓളില്ലല്ലോ. സംഭവം സത്യം പറയാണ്, ഓരോരുത്തരുടെ ഭാഗ്യമാണല്ലോ. അങ്ങനെ ഒരു ഇതില്ല. മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മുത്താലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ആസിയത്തെയും അതേപോലെ തന്നെയുള്ള വയസ്സുള്ള ധാരാളം ഉമ്മമാർ ഇവിടെയുണ്ട്. അവരൊക്കെ അന്ന് വലിയ താല്പര്യമായിരുന്നു. വിറക് ശേഖരിച്ചുകൊണ്ട് വന്ന്, ഇന്നത്തെ പോലെ ഗ്യാസ് തുറക്കുന്ന കാലഘട്ടമൊന്നുമല്ല, ആ കാലഘട്ടത്തിലെ അല്ല, വളരെ പ്രയാസമുള്ള കാലഘട്ടത്തിൽ വിറക് ശേഖരിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് പോലും മുത്താലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള ഉമ്മമാർ പഴയ കാലത്ത് നമ്മുടെ ദീനിന്റെ ചൈതന്യമായിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു മഹതിയായിരുന്നു പ്രിയപ്പെട്ട ആസിയത്ത. ആ ആസിയത്ത ധാരാളം സൂചിപ്പിച്ചവർ ധാരാളം ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായങ്ങൾ, സൂഫി മാഷ് ചായ എന്ന് പറയുമ്പോൾ ചായ, അതിൽ താമസമുണ്ടാവില്ല. ഇന്ന് നമുക്കറിയാലോ, നമ്മൾക്ക് അനുഭവം, ചായ എന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞാലേ ചായ കിട്ടൂ. ഈ പറഞ്ഞ ഗ്യാസെല്ലാം കത്തിയാലും അത്ര പെട്ടെന്ന് ചായ കിട്ടില്ല. പക്ഷെ സൂഫി മാഷ് അവിടെ ചെയ്തിരുന്നാൽ എന്താ സാധ്യ, ചായക്ക് ഇത്ര താമസം എന്ന് ചോദിക്കും. ഇല്ല, ഇതാ കൊണ്ടുവന്നു എന്ന് പറയും. ഇപ്പം ഞാൻ പലപ്പോഴും മാഷോട് പറയും, മാഷേ നിങ്ങൾ തിരക്കൂട്ടണ്ട, എല്ലാം പെട്ടെന്ന് വേണ്ടേ, നിങ്ങൾക്ക് പോണ്ടേ എന്ന് പറയും. അപ്പോൾ സൂഫി, ഇത്രയും ധൃതിയുള്ള സൂഫി മാസ്റ്റർ, ആ സൂഫി മാസ്റ്ററെ സഹിക്കാനും ക്ഷമിക്കാനും സൂഫി മാസ്റ്റർ ഖിദ്മത്ത് ചെയ്യാനും ഒരു മഹദിക്ക് സാധിച്ചു എന്നുള്ളത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സ്വർഗത്തിൽ ആ മഹദിക്ക് പോകാൻ അത് മാത്രം മതി. അത്രമാത്രം സേവനങ്ങൾ, അത്രമാത്രം ക്ഷമകൾ, അത്രമാത്രം സഹനങ്ങൾ ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ മഹദിയുടെ മക്കൾ അവർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 3 പെൺമക്കളും അതേപോലെ തന്നെ നാസർ ഒരാണാണുള്ളത്, നമുക്കറിയാം. അവര് സുഹറയും എന്തിന്റെ പേര് അഫ്സയും അല്ലേ, അതേപോലെ റംല 3 പെൺമക്കൾ, അതേപോലെ തന്നെ അബ്ദുള്ള, അഹമ്മദ് മുസ്തഫ 3 പിയാപ്പിളാർ, നാസർ, അവരൊക്കെ ഏത് രൂപത്തിലാണോ ഈ ആശയത്തിൽ നിന്ന് കണ്ടുപിടിച്ചത്, സൂഫി മാഷ് നിർദ്ദേശിച്ചത്, അതുപോലെ തന്നെ ജീവിതം വളരെ ക്രമചിട്ടപ്പെടുത്തി നടത്തവരാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ സ്ഥാപനം സൂഫി മാഷ് ഞങ്ങളുടെ പിതാവ് മാത്രമല്ല മാതാവും കട്ടപ്പെട്ട് പരിപോഷിച്ച ഈ സ്ഥാപനം അത് വളർത്തി, അതിന് ഞങ്ങൾ വെള്ളവും അതുപോലെ തന്നെ വളവും ഒക്കെ കൊടുത്ത് ഇത് നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന സ്വഭാവക്കാരാണ് പ്രിയപ്പെട്ട നാസറും അതുപോലെ തന്നെ റംല ടീച്ചറും. ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇന്ന് സൂഫി മാസ്റ്റർ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസർ ഇതിന്റെ സെക്രട്ടറിയാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉമ്മയുടെ രോഗം കൊണ്ടും
സ്വന്തം രോഗം കൊണ്ടും അല്ലാതെയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും വളരെ ദിവസങ്ങളായി മാസങ്ങളായി നാസറിന്റെ അവസ്ഥ നേരിട്ട് കണ്ടവരാളെന്ന നിലക്ക് പലപ്പോഴും തന്നെ വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്. ഉമ്മയുടെ ഖിദ്മത്ത് ആ പെൺമക്കളോടൊപ്പം ഒരു വേള മക്കളെക്കാൾ കൂടുതൽ ഈ നാസർ സഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ആരോഗ്യ മാഷും ഞാനും പറയാറുണ്ട്, സൂപ്പി മാസ്റ്റർക്ക് വേണ്ടി കൂടുതൽ ഖിദ്മത്ത് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിലും ആ ഉമ്മാക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഇവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, പെൺമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നാസറിന് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഖിദ്മത്തിന്റെ ഇടയ്ക്ക് ഉമ്മ അവശ്യമായി വീട്ടിൽ കിടക്കുമ്പോഴും ഖുർആനിന്റെ മക്കൾക്ക് വേണ്ടി ഓടി ഇവിടെ വരുന്ന നാസർ, ഉമ്മയുടെ അസുഖത്തിന് പുറമെ അദ്ദേഹത്തിന് വ്യക്തിപരമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ധാരാളം മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ മൂത്രക്കല്ലിന്റെ അതികഠിനമായ വേദന കൊണ്ട് ചുമരിനടിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടതാ. ആ സമയത്ത് പോലും ഈ ശക്തമായ വേദനയിൽ പോലും വീട്ടിൽ വിശ്രമിക്കാതെ ഖുർആന്റെ മക്കൾക്ക് വേണ്ടി ഓടിവിടെ വരാൻ എന്തുമാത്രം പ്രയോജനമാണ് നാസർ. ഞാൻ അദ്ദേഹത്തെ മുഹമ്മദിയല്ല പറയുന്നത്, പക്ഷേ ഉപ്പയും ഉമ്മയും കാണിച്ചിരുന്ന ഈ ഖുർആനോടുള്ള പ്രതിബദ്ധത നിലനിർത്താൻ വേണ്ടി എത്രമാത്രം പ്രയാസമാണ് സഹിച്ചത് എന്ന്. ആ കഠിനമായ വേദന കൊണ്ട് പുളയുമ്പോഴും ഞാൻ അത് കേൾക്കാൻ ശക്തിയില്ലാത്ത ഒരാളാണ്. ഞാൻ പള്ളിയുടെ വാതിലടച്ചപ്പോ റുമൈസ് ഉസ്താദിനോട് പറയാറുണ്ടായിരുന്നു, എൻ്റെ വേദന സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഭയം ഈ ശബ്ദം BP കേൾക്കുന്നതുകൊണ്ടാണ്, എൻ്റെ അവസ്ഥ അറിയുന്നതുകൊണ്ടാണ്. ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങളിൽ രാവ് പകലില്ലാതെ തൻ്റെ പിതാവും തൻ്റെ മാതാവും പോറ്റി വളർത്തിയ ഈ സ്ഥാപനം അത് ഒരു കോട്ടം വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇതിന് ഓടി നടക്കുന്നത്. ത്യാഗപൂർണമായ സേവനമാണ് നടത്തിയത്. ഒരു തള്ളക്കോയി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എങ്ങനെയാണോ പോറ്റി വളർത്തുന്നത്, അതുപോലെയാണ് ഈ ഖുർആന്റെ മക്കളെ ഇപ്പൊ നാസർ പോറ്റി വളർത്തുന്നത്. ഇത് വെറുതെ ഒരു സ്ഥാപനമല്ല. നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ ഘടന മനസ്സിലാക്കിയാൽ, കുട്ടികളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചാൽ, അധ്യാപകന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സാധാരണ ഒരു സ്ഥാപനമായിട്ടല്ല. ഇത് അത്രമാത്രം ഒരു ഗ്രഹതുല്യമായ ഭക്ഷണങ്ങൾ, താമസങ്ങൾ, എല്ലാ സൗകര്യങ്ങളും. അത് ഡോക്ടറെടുത്ത് പോകാനാണെങ്കിൽ പാതിരാവിൽ പോലും ഓടി വന്നുകൊണ്ട്. നാസറില്ലാത്ത സമയത്ത് കുറേ കാലം ഇതിനു വേണ്ടി സേവനം ചെയ്യാൻ അവസരമുണ്ടായപ്പോൾ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാസർ ഉള്ളത് കൊണ്ട് ഒരു ഡ്യൂട്ടിയും എനിക്കില്ല. അത്രമാത്രം നാസർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞത്, ഉപ്പയും ഉമ്മയും വളർത്തിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് വേണ്ടി തന്നാലാവുന്നത് മുഴുവൻ നിർവഹിക്കണമെന്ന് വല്ലാത്തൊരു ബോധം ഉള്ളത് കൊണ്ടാണ് ഇതിന് വേണം നടക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റു പങ്കന്മാരെ കൂടുതൽ എനിക്ക് പരിചയമില്ലെങ്കിലും റംല ടീച്ചർ, ഇവിടെ കരീം സാഹിബ് സൂചിപ്പിച്ചല്ലോ, റംല ടീച്ചർ, കുറെ റംലമാർ ദുനിയാവിലുണ്ട്. എനിക്കറിയുന്ന റംലയും നിങ്ങൾക്കറിയുന്ന റംലയും. പക്ഷെ അതുപോലെയല്ല KB റംല. അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവ് അപാരമായ കഴിവാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ പറയാറുണ്ട്, സൂപ്പി മാസം മുഴുവൻ കഴിവും കൊടുത്തത് റംല ടീച്ചർക്കാണോ എന്ന് പോലും ഇന്നലെ ഒരാൾ എന്നോട് പറയണ്ടായി. അത്രമാത്രം കഴിവുകളുള്ള ഒരു സ്ത്രീയാണ്. എല്ലാ സമയത്തും ചിന്ത പാവപ്പെട്ടവരെ പറ്റി, അതേപോലെ തന്നെ നാട്ടിൽ എന്ത് നന്മയുണ്ടോ അതിലൊക്കെ പങ്കെടുക്കണം. അതിലിടക്ക് ഓടി ഇവിടെ വന്നിട്ട് ഖുർആൻ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ, ഞങ്ങൾക്കൊന്നും പെൺകുട്ടികളുടെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ, പക്ഷേ ഓടി വന്ന് അവരെ കൂടെ നിസ്കരിച്ച് അവരെ കാര്യങ്ങൾ പഠിച്ചു. അവരുടെ അടുത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി. ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം ഞങ്ങൾ തീരുമാനിച്ചത് ഇനി ടീച്ചർക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു PRO എന്നുള്ള ഒരു പോസ്റ്റ്, പേര് കേട്ടാലും ഭയങ്കര പോസ്റ്റാ, പക്ഷെ ഒറ്റ പൈസ ശമ്പളം കൊടുക്കൂല. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ റംല ടീച്ചറുടെ ഭർത്താവാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നല്ലേ പേര്, മുസ്തഫ, ശമ്പളമില്ല, ഭയങ്കര ജോലിയാണ്. അതുപോലെ തന്നെ റംല ടീച്ചർക്ക് ഒരു ഉത്തരവാദിത്തം കൊടുക്കാൻ തീരുമാനിച്ചതാണ്. ആ ടീച്ചറുടെ പ്രതിബദ്ധത ഒന്നുകൂടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ തീരുമാനിച്ചത്. മാത്രമല്ല, ഞാൻ നീട്ടി പറയുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു സംഭവമുണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് വയ്യില്ല. ഞാൻ ഈ ഇക്രയുമായി കൂടുതൽ ബന്ധപ്പെട്ട സമയത്ത് എന്നെ അലട്ടിയ, എന്നെ വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയ 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്,
പള്ളിയുടെ ബിൽഡിങ്ങിലായിരുന്നു ഈ സംസാരിക്കുന്ന കോൺഫറൻസ് ഹാളിന് കരണ്ട് എടുത്തിരുന്നത്. ഒരു പൈപ്പിൽ കൂടെ മേലെ കൂടെ കരണ്ട് എടുക്കുക, കാരണം ഇതിന് നമ്പറില്ല. അതേപോലെ തന്നെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് നമ്പറില്ല. ബിൽഡിംഗ് സൂഫി മാഷും എടുത്തു, ഉസ്മാൻ ഖാൻ കൊണ്ടും പലരെ കൊണ്ടും എടുപ്പിച്ചു. പലരെയും പറഞ്ഞുകൊണ്ട് സൂഫി മാഷ് അങ്ങനെയാണല്ലോ, ഇതെടുക്കുന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചു. പക്ഷേ പലതിനും നമ്പറുണ്ടായിരുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ ബന്ധപ്പെട്ടപ്പോൾ വല്ലാതെ അസ്വസ്ഥത മാത്രം പല പ്രയാസങ്ങളുണ്ടായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റംലി ടീച്ചർ ചെയർമാനായപ്പോൾ വളരെ ഇതായി സങ്കടകരമായും പ്രാധാന്യമായും ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ടീച്ചർ ആ ദൗത്യം ഏറ്റെടുത്തു. തന്റെ പിതാവ് ഉണ്ടാക്കിയ എന്തൊക്കെ ആസ്തികൾ ഇവിടെ ഉണ്ടോ അതിനൊക്കെ നമ്പർ ഇടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു. അതൊരു ചെറിയ വിഷയമല്ല. മാത്രമല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, നമ്പർ ഇടുന്ന സ്റ്റാഫിനോടൊന്നിച്ച് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരെ പോലെ ഇവിടെ വന്നുകൊണ്ട് ജീവനക്കാർ ചെയ്യുന്ന അതേ ഡ്യൂട്ടിയാ ചെയ്തത്. നമ്പർ കിട്ടി. ഇതിന്റെ കാര്യങ്ങൾ എളുപ്പമാകുന്നവരെ ടീച്ചർ മെനക്കെട്ടത് ഒരു ചെറിയ സംഭവമായിട്ട്, ഈ ഇക്രയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു സംഭവമായിട്ട് ഞാനതിനെ കാണുകയാണ്. വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു, ചിന്തിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഓരോ നിയമത്തും അള്ളാഹു ചോദിക്കപ്പെടുമെന്നാണ് പറയുന്നത്. മുനിസിപ്പൽ ചെയർമാനായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, റംല ടീച്ചർക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. 1000 കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ഇക്രയിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിന് നമ്പർ വെക്കാനുള്ള സൗകര്യമുണ്ടാക്കി എന്ന് പറയാം, അത് തന്നെ മതിയാകും. അത്രമാത്രം വലിയ കാര്യമാണ് ചെയ്തു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെറിയ വിഷയങ്ങളല്ല, കാരണം അത്രമാത്രം എന്താണ് ഇതിനോടുള്ള പ്രതിബദ്ധതയാണ് ഇക്കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഖുർആനോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തെ ഞങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സത്യത്തിൽ ഇവരൊക്കെ ഇതിനു വേണ്ടി ഇത്രമാത്രം മെനക്കെട്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം കൂടുതൽ അറിയാത്ത ആളുകൾ ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, ഇതിവിടെ ഒരു വല്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഒരു സ്ഥാപനമാണ്. പലരും ഇതിന് സംഭാവന ചെയ്യുന്നുണ്ട്. നമ്മൾ പലരുടെയും പല സ്ഥാപനങ്ങളും നമ്മൾ കാണാറുണ്ട്, പല സംഭാവനകളും കേൾക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് ഒരു സംഭാവന ചേർത്താൽ അത് ലീസ്റ്റിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ, കടലാസിലുണ്ടാവും. ഇക്രയിന് സംഭാവന തരുന്ന ആളുകൾ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആരുടെയും പ്രേരണ കൊണ്ടല്ല തരുന്നത്, എങ്ങനെയോ തരികയാണ്, അവരറിഞ്ഞുകൊണ്ട് തരികയാണ്. എന്ത് വിഷയം പറഞ്ഞാലും നമ്മളറിയാതെ ഇപ്പോ നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ സൗകര്യങ്ങളോട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, പലരും നമ്മളോട് പറയുന്നത്, നമ്മുടെ പള്ളി, ആ പള്ളി പരിശുദ്ധമായ റമദാനിൽ റൊമൈസ് ഉസ്താദ് പരിശുദ്ധമായ ഖുർആൻ വളരെ മധുരമായി ഓതുമ്പോ ആളുകൾ കൂടി വരിക. പള്ളി കൊള്ളുന്നില്ല, പള്ളി വലുതാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ പിരിവിനത്താനൊന്നില്ല. ഈ അന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ചു, അതിന്റെ പ്ലാൻ ഉണ്ടാക്കി, കുറെ ചർച്ചകൾ നടത്തി, എഞ്ചിനീയറെ കൊണ്ടുവന്നു, അതിന്റെ സൗകര്യങ്ങൾ. മാത്രമല്ല, ഒരു ബാച്ച് കൂടി ആൺകുട്ടികൾക്ക് സൗകര്യം ഉണ്ടാക്കണം. അതിന് പള്ളിയുടെ മുകളിൽ താമസിക്കണം, അവർക്ക് സൗകര്യങ്ങൾ വേണം. കുട്ടികൾക്ക് കുറച്ചുകൂടി അലക്കാനും അലക്കിയിടാനൊക്കെ സൗകര്യം വേണം. ഇതിനൊക്കെയുള്ള പ്ലാനുകൾ കുറേ ദിവസമായി. ഈ തിരക്കിനിടക്കൊക്കെ നാസർ ഓടി വന്ന്, എഞ്ചിനീയറും നമ്മളും നാസറെല്ലാം കൂടി, മഷൂദ്, പ്രിയപ്പെട്ട മഷൂദും ബഷീറും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അതിൻ്റെ പ്ലാൻ ഏതാണ്ട് ശരിയായി. ഇത് പറയുമ്പോൾ തന്നെ ധാരാളം ആളുകൾ ആ പള്ളിയുടെ നിർമ്മാണത്തിന് ഞങ്ങൾ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ മുമ്പോട്ട് വന്നിരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത റമദാനിന് മുമ്പ് മനോഹരമായ ഒരു സംവിധാനം ഈ പള്ളി ഉണ്ടാകണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ അത് തരണം ഇത് തരണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതൊക്കെ അള്ളാഹു വല്ലദീന സൂഫി മാഷ് എപ്പോഴും ഓതുന്ന ഒരായത്ത്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നിങ്ങൾ എൻ്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളെ വഴി ഞാൻ എളുപ്പമാക്കി തരും എന്ന് അള്ളാഹു പറഞ്ഞതാ.
ഞങ്ങളുടെ ആരുടെയും കൈവന്നല്ലത്. ഞങ്ങളങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുമല്ല. ഇതിന്റെ പ്രസിഡന്റ് നിങ്ങൾക്കറിയാലോ, 6 മാസം ഇവിടെ സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അയാളതായിരിക്കുന്നത്. അതാ പ്രസിഡന്റ്. അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ഇതിന്റെ ഒരു ഹാദിമ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. മാത്രമല്ല ഒരു പേരോ അല്ലെ പ്രസിദ്ധിയോ എന്തെങ്കിലും ഞങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കത് പക്ഷെ ഇതിനു വേണ്ടി സേവനം ചെയ്യണം. കാരണം സൂഫി മാച്ച് തുടങ്ങി വെച്ചാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മാമൂദ്ക്കയും സൂഫി ഹാജിയും കുഞ്ഞാമു ഹാജിയും MC-യും തുടങ്ങിയ, അതുപോലെ അബൂബക്കർ ഹാജി തുടങ്ങി വെച്ച ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ തുടങ്ങി വെച്ച ഒരു സ്ഥാപനം. അത് വളരെ നമ്മുടെ ജീവിതകാലത്ത് അതിനൊരു പ്രയാസം ഉണ്ടാവരുത്, മനോഹരമായി നടക്കണം, നല്ല നിലയിൽ നടക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. മാത്രമല്ല നിങ്ങളറിയോ, ബഹുമാനപ്പെട്ട സൂഫി മാസ്റ്റർ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ്, അത് അതിന്റെ പരിശുദ്ധത ഇന്നത്തെ കാലം വരെ ഇതിന്റെ കമ്മിറ്റി കൂടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ, ഇന്ന് ദുനിയാവിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്താനം പോലും കമ്മിറ്റി ഉണ്ടാവില്ല, ഒന്നും പറയാറില്ല, ഒരു സംസാരം ഉണ്ടാവില്ല. അത്ര സുതാര്യമായി ഇതിന്റെ കണക്കുകൾ മുഴുവനും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ മുസ്തഫ. നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, കടുകീറിയിട്ട കണക്ക് നോക്കാം. 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ വൗച്ചർ കൊടുക്കണം, അല്ലെങ്കിൽ മുപ്പര് തരൂല. അത്ര കടുകീറി കണക്ക് നോക്കും. എല്ലാം മുപ്പറ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പേടിഞ്ഞാക്കില്ല. എല്ലാ കാര്യം ഒരു കാര്യം ഞങ്ങളാരും സാമ്പത്തികപരമായി ഒന്നും കയ്യിൽ വെക്കൂല. എല്ലാം അദ്ദേഹത്തിന്റെ മുഖേനയാണ് എല്ലാ കാര്യങ്ങളും സുതാര്യം. കാരണം ഖുർആന്റെ പേരിൽ ആളുകൾ തരുന്ന പൈസ അത് പരിശുദ്ധമായി തന്നെ കൈകാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്, ഒരു ട്രസ്റ്റാണ്, ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അപശബ്ദങ്ങളില്ല, ഇതിൽ പ്രയാസങ്ങളില്ല, ഇതിന് ദൈനംദിന പുരോഗതിയാണ് എന്ന കാര്യം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ, നിങ്ങളെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ, 15 വയസ്സ് കഴിഞ്ഞ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ പോറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് പാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെങ്ങനെ വീക്ഷിക്കണം? 4 കണ്ണുകൊണ്ട്. ഇവിടെ 60ഓളം പെൺകുട്ടികൾ താമസിക്കുക, അതും ഈ കോമ്പൗണ്ടില. അപ്പുറത്ത് ആൺകുട്ടികളുണ്ട്, ആളുകൾ വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. എന്നിട്ടായി കുട്ടികൾ അവരെ എങ്ങനെ മാത്രം നിയന്ത്രിക്കണം എന്ന് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ പ്രിയപ്പെട്ട നാസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അതിങ്ങനെ വീക്ഷിച്ച് അവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ സംഭവമല്ല. ഈ മക്കളെ കഴിവുകൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഓരോ പെൺകുട്ടികളെ എടുത്തു നോക്കിയാൽ അവർ ഓതുന്ന ഖുർആനും, ഇവിടെ ഖുർആൻ ഓതിയല്ലോ ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ അവരുടെ ദുആകളും എല്ലാം വളരെ 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 നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു കുട്ടികളെ വളർത്താനാണ് ഈ സ്ഥാപനം ശ്രദ്ധിച്ചത്. സൂഫി മാസ്റ്റർ അതാണ് ആഗ്രഹിച്ചത്. അള്ളാഹു ഈ ഒരു സ്ഥാപനത്തെ ഉത്തരോത്തരം വളർത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മഹദി ആസിയ അജുമ അവരെയും അള്ളാഹു നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. തന്നെയാണ് ബഹുമാനായ മാണിയൂർ ഉസ്താദും മരണപ്പെട്ടു പോയത്. സൂഫി മാസ്റ്ററുടെ ഏറെ അടുത്ത ഒരു ആളായിരുന്നു മാണിയൂർ ഉസ്താദ്. ഇവിടെ നേരത്തെ യതീന്ദ്ര മാഷ് പറഞ്ഞ IT അനുഭവ ദർശന് ആ സമാപന ദിവസം മാണിയൂർ ഉസ്താദായിരുന്നു ഇവിടെ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൂടി ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് മുസ്താഖ് ഉദവി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ നബിയ്യിനാ വ ഹബീബിനാ മുഹമ്മദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ അഭിമന്യരായ നേതാക്കന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പൗരപ്രമുഖരെ, പണ്ഡിത മഹത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ വൈകാരികമായ ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ സമ്മേളിക്കുന്നത്. പ്രിയപ്പെട്ട ആസിയ ജുമ്മയുടെ മക്കളെന്നല്ല, ഇവിടെയുള്ള പലരുടെയും നയനങ്ങൾ സജലമാകുന്നത് കുറച്ചു നേരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ഖബർ വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം കൊണ്ട് അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. ഈ മഹത്തായ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ
3.5 പതിറ്റാണ്ടായി കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ മന്ത്രധ്വനികൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം. ഇവിടെ എത്തിപ്പെടാൻ ഒരാൾക്ക് സാധിച്ചുവെങ്കിൽ അയാൾ ഭാഗ്യവാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല സുമോഹനമായ ഇടങ്ങളിൽ ഉടയതമ്പുരാനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രവിശ്യയിൽ ഒരാൾ എത്തിച്ചേരുക എന്നുള്ളത് അള്ളാഹു അയാൾക്ക് നൽകുന്ന മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിപ്പെട്ട എല്ലാ മനുഷ്യരും, എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മഹാന്മാരും മഹതികളുമാണ്. കാരണം ഈ കോമ്പൗണ്ടിനുള്ളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ മറ്റു തഫ്സീറും ഹദീസും അഖീദയും ഫിഖ്ഹും പഠിക്കുന്ന വേറെ ഒരു വിഭാഗം മക്കളും ഇവിടെയുണ്ട്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഖിറാഅത്തുകൾ, അവരുടെ സംസാരങ്ങൾ, അത് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അതിനെ ഇഖ്ലാസോടുകൂടി നെഞ്ചേറ്റ് നടക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ, അവരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അങ്ങനെ തന്നെ ഇതിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് പ്രിയപ്പെട്ട ആസിയ ഹജ്ജുമ്മയെ അനുസ്മരിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും വേണ്ടിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ശില്പി, ഇതിനു വേണ്ടി മാനസിക, ശാരീരിക, സാമ്പത്തിക പ്ലാനിങ്ങുകൾ നിർവഹിച്ച മഹാനുഭാവനായ, സാധാരണക്കാരനാണോ എങ്കിൽ സാധാരണക്കാരനാണ്, പക്ഷേ മഹാനാണോ മഹാനാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തൗഫീഖ് ലഭ്യമായ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട KV സൂഫി മാസ്റ്റർ. സൂഫി മാസ്റ്റർ ഈ സ്ഥാപനത്തെ പടുത്തുയർത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ സംസാരങ്ങളിൽ എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ വിശാലമായ ബിൽഡിങ്ങുകൾ, വിശാലമായ സൗകര്യങ്ങൾ, വളരെ രുചികരമായ ഭക്ഷണങ്ങളെല്ലാം ഈ മക്കൾക്ക് ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇതൊന്നും നൽകാൻ കഴിയാത്ത വിധം മനസ്സിനെ തളർത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സൂഫി മാസ്റ്റർക്ക്. വലിയ പ്രയാസങ്ങളിലൂടെ ഈ സ്ഥാപനത്തെ കടത്തിക്കൊണ്ടുപോയ രംഗങ്ങൾ അനുഭവിച്ചത് സൂഫി മാസ്റ്റർ മാത്രമല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന്റെ ആദ്യത്തെ മന്ത്രങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ ഇഖ്റ എന്ന് 3 തവണ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് വായിക്കാൻ പറയുകയും കൂട്ടിപ്പിടിക്കുകയും ഒരു വല്ലാത്ത ഗൗരവതരമായ ഒരു ഹഗ്ഗിങ്, ഒരു പുണരൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി വന്നിട്ട് ഖദീജ ബീവിയോട് സമ്മിലൂനി എന്ന് പറഞ്ഞ് ആശ്വാസത്തിന്റെ മന്ത്രങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പുതച്ചു മൂടിക്കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാകുന്നു ഖദീജ എന്ന് പറഞ്ഞ് പുതച്ചു മൂടപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞ് ആശ്വാസം വന്നപ്പോൾ ആ പേടിയെ അണച്ചു തീർത്തത്, അതിനെ ഇല്ലായ്മ ചെയ്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്താ പറഞ്ഞത്? വളരെ മാനസിക ശാരീരികമായ ഭയവിഹ്വലതകൾ നിറഞ്ഞ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കല്ലാ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം വതസ്ദഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വല്ലാത്ത ഭീതിതമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ആ മഹത്തായ മന്ത്രധ്വനികളാണ്. സൂഫി മാസ്റ്റർ മാത്രമല്ല ഇഖ്റഇന്റെ
ആരംഭം മുതൽ അതിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഓരോ സങ്കടകരമായ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ സൂഫി മാസ്റ്റർ മാത്രമല്ല സങ്കടങ്ങൾ ഏറ്റെടുത്തത്. ആ സങ്കടങ്ങളെ മുഴുവനും അവരുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇറക്കിയത് ആസിയ ഹജ്ജുമ്മ ബീവി കൂടി മാത്രമാണെന്ന് നാം തിരിച്ചറിയണം. കാരണം ഒരു ഭർത്താവ് ഒരിക്കലും തൻ്റെ സങ്കടങ്ങൾ ഏറ്റു നടക്കുകയില്ല. അതെല്ലാം അവരെക്കാൾ കൂടുതൽ സങ്കടത്തോടെ ഏറ്റെടുത്തത് ആസിയ ഹജ്ജുമ്മയായിരിക്കും. അവരായിരിക്കും വലിയ 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 സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ നൽകിയത്. അവരുടെ പ്രാർത്ഥനകളായിരിക്കും അവർക്ക് വലിയ ആശ്വാസം നൽകിയത്. അവരുടെ സാരമില്ല ശരിയാകുമെന്നുള്ള ആശ്വാസത്തിന്റെ ആ മന്ത്രങ്ങളായിരിക്കും സൂഫി മാസ്റ്റർക്ക് വലിയ ആരോഗ്യം നൽകിയത്. അതങ്ങനെയാണ്. അത് എല്ലാത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്. നമ്മളുടേത് പോലും അങ്ങനെയാണ്. നമ്മൾ പോലും മാനസികമായി ശാരീരികമായി ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പത്നിമാർ വന്നിട്ടായിരിക്കും നമ്മളെ തലോടുക, സാരമില്ല എന്നുള്ള വാക്ക് പറയുക. അപ്പോഴാണ് ആശ്വാസം കൂടുതൽ നമുക്ക് വന്ന് കൈവരിക. എന്നതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്തപ്പോഴുണ്ടായ സകല പ്രതിസന്ധികളിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി എങ്ങനെയായിരുന്നോ അതുപോലെ ആശ്വാസത്തിൻ്റെ വചനങ്ങളുമായി കൂടെയുണ്ടായിരുന്ന ആസിയ ഹജ്ജുമ്മയുടെ ആ ഒരു ഓർമ്മയിലാണ് നമ്മളൊക്കെ ഇവിടെയുള്ളത്. ഇവിടുത്തെ പഠിച്ചിരുന്ന അവരുടെ മക്കളായിട്ടാണ് അവർ കണ്ടത്. ഇവിടെ പഠിച്ചിരുന്ന മക്കളെ സ്വന്തം മക്കളെന്ന് വിശേഷിപ്പിക്കുകയും മാത്രമല്ല അവരെ മക്കളെ പോലെ നോക്കി മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ചെയ്തു കൊടുക്കാൻ ആ ഉമ്മാക്ക് കഴിഞ്ഞുപോയി എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയ ഒരു തൗഫീഖാണ്. ആരെയും ഉറപ്പിക്കാതെ, പ്രയാസത്തിൻ്റെ ഒരു വർത്തമാനം പറയാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരു നിർജീവിയെപ്പോലും പ്രയാസപ്പെടുത്താതെ അവരുടെ മകൻ പ്രിയപ്പെട്ട നാസർക്ക് പറഞ്ഞത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെയാണ് ഉമ്മ കടന്നുപോയത് എന്നാണ്. നമുക്കങ്ങനെ കഴിയുമോ? അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നബ്ബറുല്ലാഹു മർക്കദ ഉസ്താദുകളുടെ ഒരു സംഭവമുണ്ട്. ഒരു സമ്മേളനത്തിൻ്റെ നഗരിയിൽ വുളൂ ചെയ്യാൻ വേണ്ടി ടാർപ്പായകൾ ഹൗലുകളാക്കി കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഘട്ടം. മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യാൻ വേണ്ടി ഉസ്താദ് കടന്നു വരികയാണ്. നമ്മളൊക്കെ ചുറ്റുമുണ്ട്. പെട്ടെന്ന് അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞൊരു വടി കൊണ്ടുവരാൻ. അപ്പൊ എന്തോ ചിലപ്പോഴൊക്കെ ചില ശൈഖന്മാർ തിരുത്തും, ചിലതൊക്കെ അടിച്ചിട്ടാണ് തിരുത്തുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചൊരു വടി കൊണ്ടുവന്നു. സമ്മേളന നഗരിയിൽ എവിടെ വടി? കുറെ അങ്ങും ഇങ്ങുമൊക്കെ ചികഞ്ഞ് അന്വേഷിച്ചൊരു വടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ നമ്മളാരുടെയും ദൃഷ്ടി പതിയാത്ത ഒരിടത്ത് ആ മഹാനവറുകളുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. ആ ഹൗലിന്റെ നടുവിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ മെല്ലെ അരിക്കുന്നത് കാണും. വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നത് കണ്ടു. ആ വടി ഇങ്ങനെ നീട്ടിയിട്ട്, കയ്യെത്താത്ത ദൂരത്തായതുകൊണ്ടാണ് വടി കൊണ്ടുവരാൻ പറഞ്ഞത്. ആ വടി ഇങ്ങനെ നീട്ടിയിട്ട് ആ വടിയിലേക്ക് ആ ഉറുമ്പിനെ കയറ്റിയിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഒരു മനസ്സ് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ അയാൾ റബ്ബിൻ്റെ അടുക്കൽ വലിയ അളമത്തും ബഹുമതിയും ഖദറുമുള്ള ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്നു മക്കളുടെ ഇത്രമേൽ സ്നേഹവും ഇത്രമേൽ മക്കളുടെ പരിലാളനവും ലഭ്യമായത് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നന്മകൾ അവർക്ക് തിരിച്ചും ലഭ്യമാവുക. സ്വന്തം മക്കളോട് അല്ലെങ്കിൽ അയൽവക്കങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആരോടും ഒരു പ്രയാസത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടേ ഇല്ല പോലും. അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമോ നമുക്ക് ഈ പുതിയ കാലത്ത് വിശേഷിച്ച്? അതുകൊണ്ടാണ് അവരുടെ അവസാന കാലങ്ങളിൽ അവരുടെ മക്കൾ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ, ഒരാളും അറിയാതെ സധൈര്യം സദാസമയവും ആ ഉമ്മയുടെ കൂടെ നിഴലായിക്കൊണ്ട് ആ ഉമ്മക്ക് വേണ്ട എല്ലാ തർബിയത്തും നൽകിക്കൊണ്ട് ആ മക്കൾ കടന്നുപോയത്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തന്നെ അനവധി തിരക്കുകൾക്കിടയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വിശേഷങ്ങളും പ്രയാസങ്ങളും നമുക്ക് ചിലപ്പോൾ അതിനെ അളക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞോളണമെന്നില്ല. ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ അനക്കങ്ങളും ചലനങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഒരു സെക്രട്ടറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തനങ്ങിയാലും, ഒരു കുട്ടി രോഗിയായാൽ പോലും, ഇവിടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്താണ്, ഇന്ന് രാത്രിയിലെ ഭക്ഷണം എന്താണ്,
ഇന്നിവിടെ ആരൊക്കെ വന്നു, ഇന്നിവിടെ ആരൊക്കെ ഇവിടുന്ന് പോയി, എല്ലാം ചികഞ്ഞന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട നാസർക്ക ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ടെങ്കിലും ആ തിരക്കുകൾക്കിടയിലും അവരുടെ മാതാവിനോടൊപ്പമുള്ള സാന്നിധ്യത്തിന് ഒരു കുറവും വരുത്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ കരഞ്ഞുകൊണ്ടുവന്നു, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി നബിയെ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് പാപമോക്ഷം വേണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയുണ്ടോ, മാതാവുണ്ടോ? ഇല്ല നബിയെ, എനിക്ക് ഉമ്മയില്ല. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം ചോദിച്ചു, ഉമ്മയുടെ സഹോദരിമാരുണ്ടോ, മാതൃ സഹോദരിമാരുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങൾ ആ ഉമ്മയുടെ മാതൃ സഹോദരിയുടെ അടുക്കൽ പോയി നിന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിന്നെ ഈ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന മോക്ഷം ചെറുതല്ല. ആ ഉമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഉമ്മയുടെ സഹോദരിമാരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആസിയ ഹജ്ജുമ്മ അവരുടെ സഹോദരി, മൂത്ത സഹോദരി, ജ്യേഷ്ഠ സഹോദരി വിവാഹം കഴിച്ചതാരെന്നറിയോ? മഹാനായ സൂഫി വര്യനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവറുകളാണ്. അത്തരം കുടുംബ പശ്ചാത്തലങ്ങൾ ഉള്ളവർക്കാണ് ഈ മഹിമകൾ കൂടുക. നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നതും നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി അവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും രാപ്പകൽ ഭേദമന്യേ പലരും വന്നുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിത്വത്തിന്റെ മഹിമ കൊണ്ട് മാത്രമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പോലെ രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾക്കറിയോ? ആസിയ ഹജ്ജും അങ്ങനെയായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ധാരാളം നമസ്കരിക്കുക. ഫർളല്ല ഇത്, ഖളാ വീട്ടലല്ല ഇത് സുന്നത്ത് നമസ്കാരങ്ങളാണ്. സൂഫി മാസ്റ്റർ ഈ നിസ്കാരത്തിന്റെ ധാരാളത്വം കണ്ടപ്പോ ചോദിച്ചു പോലും, ഇല്ലാത്ത കുറെ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? എത്ര ഇനി നിസ്കരിക്കണത്? എന്താണ് ഈ നിസ്കരിക്കണത്? അങ്ങനെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരാൾ ചോദിക്കണമെങ്കിൽ എത്രമാത്രം നിസ്കരിച്ചിട്ടുണ്ടാകും? രാത്രിയുടെ യാമങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഏൽപ്പിച്ച ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ് ആസിയ ഹജ്ജുമ്മ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ നമസ്കാരം കൊണ്ട്, രാത്രിയിലെ യാമങ്ങളിലെ നമസ്കാരം കൊണ്ട് നീര് കെട്ടി വീർത്തിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ, എന്തിനാണ് നബി അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത്? അങ്ങേക്ക് അല്ലാഹു ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലവും അങ്ങേക്ക് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്തിനാണ് ഈ ഉറക്കമിളച്ചുകൊണ്ടുള്ള രാത്രിയിലെ നമസ്കാരങ്ങളെ ഇത്ര ധാരാളിത്തം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ? ആസിയ ഹജ്ജുമ്മയുടെയും ചോദ്യം അതായിരിക്കും. സൂഫി മാസ്റ്റർ ചോദിക്കുമ്പോൾ എത്രയായി നീ നിസ്കരിക്കണത്, എന്തിനാ ഇല്ലാത്ത കുറെ നിസ്കാരം നിസ്കരിക്കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആസിയ ഹജ്ജുമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ പറയാതെ പറഞ്ഞ ഒരു ഉത്തരം അതായിരിക്കും, ഞാനും എൻ്റെ റബ്ബിനോട് നന്ദിയുള്ളവനാകേണ്ടയോ പ്രിയതമാ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുക, ഒരുപാട് ഇബാദത്ത് ചെയ്യുക, ഒരുപാട് സംഭാവനകൾ നൽകാൻ ചെയ്യുക, വലിയ സ്വതക്കകൾ നിർവഹിക്കാൻ കഴിയുക. എന്നാൽ വളരെ സൗമ്യമായിക്കൊണ്ട്, വളരെ നിശബ്ദയായിക്കൊണ്ട്, സംഘട്ടനങ്ങളില്ലാതെ, ഒച്ചപ്പാടുകളില്ലാതെ, കോലാഹലങ്ങളില്ലാതെ അനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് വലിയ തൗഫീഖാണ്. അതൊക്കെ അല്ലാഹു നൽകുന്ന ദാലിക മിൻ ഫദ്ലില്ലാഹ്, ദാലിക മിൻ ഫദ്ലില്ലാഹ് യുതീഹി മൻ യശാ. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹു അത് ചിലർക്ക് നൽകും. അതുകൊണ്ടാണ് ഞാൻ കേട്ടതൊക്കെ മുഴുവനും അവരെ പറ്റി വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതവും അതിനേക്കാൾ ധാരാളത്വമുള്ള ഇബാദത്തുകളും മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലേ? അങ്ങനെ ഒരാളെയും വെറുപ്പിക്കാതെ ജീവിക്കാൻ കഴിയോ? അങ്ങനെ ഒരാൾക്കും നീരസമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ കഴിയോ? ഒരാൾക്കും നീരസം വരാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് 10-75 കൊല്ലം ഒരാൾക്ക് ജീവിക്കാൻ കഴിയാന്നുള്ളത് എന്തൊരു അത്ഭുതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മസ്ജിദിൽ ഇരിക്കണം.
ആ മസ്ജിദിൽ ഇരിക്കുന്ന നേരത്താണ് ഒരാളിങ്ങനെ കടന്നു വരുന്നത്. അയാളെ ചൂണ്ടിയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആഗതൻ നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ പുണ്യ നബി പറഞ്ഞു, അതാ സ്വർഗത്തിന്റെ അവകാശിയായ ആളത പോകുന്നു, സ്വർഗാവകാശിയായ ആളത പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പുണ്യ നബി. എല്ലാവരും അയാളെങ്ങനെ നോക്കി. ഇയാൾ സാധാരണയായി നമ്മളുടെ കൂടെ ഇരിക്കാറില്ലല്ലോ, ഇയാൾ എപ്പോഴും ജമാഅത്തിന് കാണാറില്ലല്ലോ, ഇയാൾ പുണ്യ നബിയോടൊപ്പം നമ്മളെപ്പോലെ ഇരിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അയാളെപ്പറ്റി സ്വർഗാവകാശി എന്ന് പറഞ്ഞു? കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനിയായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അയാളെപ്പറ്റി അന്വേഷിച്ചു. അയാളുടെ വീട്ടിൽ പോയി ഇശാ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയുമായി ചെറിയ അസ്വാരസ്യമുണ്ട്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നോട്ടെ. വന്നോളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അന്ന് രാത്രി എവിടെയാണ് അന്തി ഉറങ്ങിയത്? വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയേണ്ടത് ഇദ്ദേഹം എന്ത് അമലാണ് കൂടുതൽ ധാരാളമായി സ്വർഗം ലഭ്യമാകാൻ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. അന്ന് അവിടെ പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, രണ്ടാളും കിടന്നുറങ്ങി. തഹജ്ജുദിന്റെ സമയമായപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് എഴുന്നേറ്റു, നിസ്കരിച്ചു. മറ്റേ ആൾ നല്ല ഉറക്കാണ്. മൂപ്പർക്ക് തഹജ്ജുദിന്റെ സമയത്ത് ഇബാദത്തുമില്ല, നിസ്കാരമില്ല, ദുആഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് സുബഹിന്റെ സമയമായപ്പോൾ എഴുന്നേറ്റു, രണ്ടാളും നിസ്കരിച്ചു, പിരിഞ്ഞു. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ഇന്ന് ക്ഷീണമായിട്ടായിരിക്കും, സാധാരണ അമൽ ചെയ്യാറുണ്ടാവും, ഇന്നലത്തെ ഡ്യൂട്ടിയിലെ ക്ഷീണങ്ങൾ കാരണം ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് മനസ്സിലാക്കി. രണ്ടാം ദിവസവും ഇതുപോലെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി. മൂന്നാം ദിവസവും കൂടി. ഒന്നും കണ്ടില്ല, ഒന്നും ലഭ്യമായില്ല. പിന്നെ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. ഇദ്ദേഹം കച്ചവടം ചെയ്യുന്ന ബാസാറിൽ പോയിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടെ കച്ചവടം ചെയ്യുന്ന സഹകാരികളായ ആളുകളൊക്കെ പറഞ്ഞ വർത്തമാനം ഇത്രയേ ഉള്ളൂ, ലാ ഗില്ല വഹുവ സദൂഖുൽ ലിസാനി മഹ്മൂമുൽ ഖൽബ്. സത്യം മാത്രമേ പറയൂ. ഒരാളോടും ലാ ഗില്ല വലാ ഹസദ വലാ ഹിഖ്ദ ഫി ഖൽബി. ഒരാളോടും വിദ്വേഷമില്ല, വൈര്യമില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. മനസ്സ് സ്ഫുടം ചെയ്തെടുത്ത സ്ഫടിക സമാനമായ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസിന് ഉത്തരം കിട്ടി, ഇബാദത്തുകളൊന്നും മാത്രമല്ല, മനസ്സ് എത്രമാത്രം ക്ലിയറാണോ, മറ്റുള്ളവർക്ക് നീരസം വരാതെ, വൈര്യമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ കഴിയുമോ, അതാണ് സ്വർഗത്തിന്റെ മോഹിയായ ഒരാൾക്ക് സാധ്യമാകേണ്ട വഴി എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ആസിയ ഹജ്ജുമ്മയുടെ സ്വഭാവം അതാണ്. ഒരാളെയും നീരസത്തോടുകൂടി സംസാരിക്കാതെ, വെറുപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ അവർ ജീവിതം കഴിച്ചുകൂട്ടി. അവസാനം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പോലെ ഒരു തിങ്കളാഴ്ച രാവിന്റെ പുലർച്ചയിൽ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആ വലിയ ആത്മവിശ്വാസത്തോടുകൂടി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. തിങ്കളാഴ്ച രാവിലെ ആ മഹാത്മാവ് അള്ളാഹുവിലേക്ക് യാത്രയായി. ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ജീവിതം അങ്ങനെയായിരുന്നു, ഒടുക്കം അങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒടുക്കം എങ്ങനെയാണോ അവിടെയാണ് അതിന്റെ കബൂലിയത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം എങ്ങനെയാണോ ഉണ്ടായത് അതാണ് അതിന്റെ സ്വീകാര്യത. മരിക്കാൻ ഏറ്റവും നല്ലത് തിങ്കളാഴ്ചയാണ്. ഒരു നിസ്കാരവും ഖദാ ഇല്ലാതെ, ഒരു നിസ്കാരവും ബോധാവസ്ഥയിൽ ഒഴിവാക്കാതെ, ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അവരങ്ങനെ അവരുടെ മക്കളുടെ സവിധത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കെ അവരവിടെ ആ റൂഹ് അള്ളാഹുവിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടവും കഴിഞ്ഞു. ഇന്നവർക്ക് വേണ്ടിയുള്ള ദുആകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും തുടരും. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും അവരും ഉൾക്കൊള്ളിക്കപ്പെടും. അവർക്ക് വേണ്ടി നേരത്തെയുണ്ട്, ഇനിയും അത് ധാരാളമായി നൽകും. അവരുടെ ഖബർ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഖുർആനിൻ്റെ ആ മഹത്തായ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ആ ഒരു മണം പോലെ അവരുടെ ഖബറിൽ ആ മണമുണ്ടാകും. അതിൻ്റെ ആ ഖുർആനോത്തിൻ്റെ നനവ് അവരുടെ ഖബറിൽ എപ്പോഴും ഉണ്ടാകും. അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തവർ, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തവർ, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവർ, എല്ലാ നന്മകളും ഒരുമിച്ച് കൂടി അവരുടെ ഖബർ ഖുർആനിൻ്റെ ഭംഗി പോലെ, ഖുർആനിൻ്റെ മനോഹാരിത പോലെ, ഖുർആനിൻ്റെ പ്രകാശം പോലെ അവരുടെ ഖബർ പ്രകാശിപ്പിക്കും. അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, നേരത്തെ പ്രിയപ്പെട്ട പൊയിലൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനം അത് അത്രമേൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളൊക്കെ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇവിടെ ഇപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ നമ്മൾ ഹോസ്റ്റലിലേക്കുള്ളതൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഡേ സ്കൂളിലേക്കുള്ള അഡ്മിഷനുണ്ട്.
ഇവിടെ ഫാദില പഠിക്കുന്ന കുട്ടികളുണ്ട്, ഫളീല പഠിക്കുന്ന കുട്ടികളുണ്ട്. +1, +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ നൽകുന്നുണ്ട്. ഡിഗ്രിക്ക് BA ഹിസ്റ്ററി, BA ഇംഗ്ലീഷ്, BCom, അതുപോലെ തന്നെ BA അറബിക് എന്നീ ബിരുദങ്ങളും നൽകിക്കൊണ്ട് മതപഠനങ്ങൾ ചിട്ടയായ പഠനത്തോടൊപ്പം ഈ സ്ഥാപനത്തിൽ ഡെയിലി വന്ന് ഡേ സ്കൂൾ സ്റ്റുഡൻസ് ആയിട്ട് വന്നുപോയി പഠിക്കാനുള്ള കുട്ടികൾക്ക് അവസരമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് അന്വേഷിക്കുന്നവർ, മോഹിക്കുന്നവരുണ്ടെങ്കിൽ ആ മക്കളെ ഈ സ്ഥാപനത്തിൽ വന്ന് അഡ്മിഷൻ ചെയ്യാം. ഇവിടെ ദീനി സംവിധാനത്തിലൂടെ ഈ സ്ഥാപനം ഇങ്ങനെ നടന്നു പോകാൻ നിയ്യത്ത് വളരെ ഇഖ്ലാസിലാണ്. ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളാണ് നിയ്യത്ത് വെച്ചിട്ടുള്ളത്. അവരുടെ ആ നിയ്യത്തിൻ്റെ പിൻബലത്തിൻ്റെ ശക്തിയിലാണ് ഇന്നും ഈ സ്ഥാപനം യാതൊരുവിധ സംഘട്ടനങ്ങളും പ്രയാസങ്ങളും പരാധീനതകളും പരിഭവങ്ങളുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാർത്ത നിങ്ങൾ അവരിലേക്ക് നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഭംഗിയായി നിർവഹിക്കട്ടെ. നേരത്തെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് മൺമറഞ്ഞു പോയ മഹാന്മാരുടെയൊക്കെ ഖബറുകൾ അള്ളാഹു പ്രവിശാലമാക്കി കൊടുക്കട്ടെ. അതിലെല്ലാം റഹ്മത്തും മഗ്ഫിറത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അനവധി ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. യാതൊരു പോരായ്മകളുമില്ലാതെ പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷിയും കഴിവും അതോടൊപ്പമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിലെ മക്കളെയൊക്കെ അള്ളാഹു ഉന്നതിയിലെത്തിക്കട്ടെ. ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹു വലിയ വിജയം നൽകട്ടെ. ഇവിടുത്തെ ഹാഫിലിങ്ങൾ, ഇവിടുത്തെ ഹാഫിലത്തുകൾ, ഇവിടുത്തെ ഹാഫിലായ ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അധ്യാപികമാർ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനുണ്ട് ഇതിനെ നിരന്തരം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്നവർ, മാനസികമായി സഹായിക്കുന്നവർ, ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം തന്നെ കഴിച്ചുകൂട്ടുന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ ട്രസ്റ്റിലും കമ്മിറ്റിയിലൊന്നും ഇല്ല എങ്കിലും വലിയ സഹകാരികളായിക്കൊണ്ട് ഇതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. TT കുഞ്ഞമ്മദാജിക്കുണ്ട്, YM ഇസ്മായിലാജിക്കുണ്ട്, എല്ലാവർക്കും വേണ്ടി തൽക്കാലം ദുആയിലേക്ക് കിടക്കുകയാണ്. ബഹുമാനനായ ഉസ്താദ് അവർ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. കൂടിയായ സുബൈറിൻ്റെ മാതാവിന് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മയ്യത്ത് മറവിയിലെ ആളുകളോട് എത്തിയിട്ടുണ്ട്. അവരെ കൂടി ദുആയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാണിയൊരു ഉസ്താദ് إنك لمن المرسلين على صراط مستقيم بين أيديهم سدا ومن خلفهم سدا فما فعززنا بثالث فقالوا إنا إلا تكذبون قال بلاغ مبين أليم وجاء من أقصى المدينة رجل ونختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അതിന് ഉമ്മ രോഗശൈലിയിലായത് മുതൽ വീട്ടിലും അതുപോലെ ആശുപത്രിയിലും മരിച്ചതിന് ശേഷം വീട്ടിലും വന്ന് കുടുംബാംഗങ്ങളായ എല്ലാവരെയും ആശ്വസിപ്പിച്ച എല്ലാ നല്ലവരായ ബന്ധുമിത്രാദികളെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന, ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട ഈ ട്രസ്റ്റിൻ്റെ ജമീയത്ത് താലിമുൽ ഖുർആൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആർ അബ്ദുള്ള മാസ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ട്രഷറർ VP പോരൂർ, ട്രസ്റ്റ് അംഗം YM ഇസ്മായിൽ ഹാജി, പാനൂർ മഹലിൻ്റെ മുൻ പ്രസിഡന്റ് ഉള്ള റസാഖ് പാനൂർ അവർ, TT കുഞ്ഞമ്മദാജി ഇവിടെയുണ്ട്. TT കുഞ്ഞമ്മദാജി, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകൻ കൂടിയായ ഫാദിലയുടെ ഇവിടുത്തെ ചീഫ് AT മുഹമ്മദ് ഫൈസി, എടഞ്ഞി മഹല്ലി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബത്തേരി ഹമീദാജി, ബത്തേരി കുഞ്ഞമ്മദാജിയുടെ അനുജനാണ്. കുഞ്ഞമ്മദാജി കുറേ കാലം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ
പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ച ഒരാളാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ സാധിക്കാതെ പ്രയാസമുണ്ട്. ട്രസ്റ്റ് അംഗം യതീന്ദ്ര മാഷ്, അദ്ദേഹം വേദി വിട്ടിറങ്ങിയതാണ്. യതീന്ദ്ര മാഷ് സൂഫി മാഷുമായിട്ട് വളരെ കാലബന്ധമുള്ള പ്രിയപ്പെട്ട യതീന്ദ്ര മാഷ് ഈ യോഗത്തിൽ സംസാരിച്ചു. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗം എൻ കുഞ്ഞമ്മദ് സാറ് ഇവിടെ സദസ്സിലുണ്ട്. വലിയ തബൂക്കർ ഹാജി ഇവിടെയുണ്ട്. നമ്മുടെ സമീപ മദ്രസകളിലും പള്ളികളിലൊക്കെ ഉള്ള ഞങ്ങളുടെ അയൽവാസികളായ ഉസ്താദുമാർ ഇവിടെയുണ്ട്. കരീം ഉസ്താദ്, അതുപോലെ തന്നെ അംസഫ് ഉസ്താദ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.